ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. നമ്മുടെ LD ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സോ എല്ലാവരും മികച്ച രീതിയിൽ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക കേട്ടോ. നമുക്ക് മികച്ച റാങ്ക് വാങ്ങി ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി ഉറപ്പാക്കണം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LD ടൈപ്പിസ്റ്റിൻ്റെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. വേർഡ് പ്രോസസ്സിങ്ങിനകത്ത് MX Excelലെ ഫങ്ഷൻസ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബേസിക് ആയിട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അത്രയും ഫങ്ഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ആക്കി വെക്കണം കേട്ടോ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ എക്സൽ. ഓക്കെ, വർക്കിംഗ് വിത്ത് ഫോർമുലാസ് ഇൻ എക്സൽ. എക്സലിൽ നമുക്ക് എങ്ങനെ ഫോർമുലാസുമായിട്ട് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫങ്ഷൻസുമായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വർക്കിംഗ് വിത്ത് ഫോർമുലാസ് ഇൻ എക്സൽ അലോവ്സ് യു ടു പെർഫോം കാൽക്കുലേഷൻസ്, മാനിപ്പുലേറ്റ് ഡേറ്റ ആൻഡ് ഓട്ടോമേറ്റ് ടാസ്ക് വിത്തിൻ യുവർ സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നമ്മുടെ എക്സൽ ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു സ്പ്രെഡ്ഷീറ്റ് നോക്കിയാൽ നമുക്ക് എന്താണ് അതിനകത്ത് കാണാൻ സാധിക്കുക? കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് അല്ലേ. ഒരു സ്പ്രെഡ്ഷീറ്റ് ഡോക്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇന്റർഫേസിലെ മെയിൻ പേജ് എന്ന് പറയുന്നത് ടേബിൾ ആണ്. കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഈ റോസിലും കോളംസിലും ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ഒരു എക്സൽ ഷീറ്റിനെ ഒരു മൈക്രോസോഫ്റ്റ് എക്സലിനകത്തുള്ള ഒരു ഇൻഡിവിജ്വൽ ഷീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് വർക്ക് ഷീറ്റ്. കുറച്ച് പേർക്കെങ്കിലും ഇതിലിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഷീറ്റിനെയാണ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. വർക്ക് ഷീറ്റ് നമുക്ക് എത്രണ്ണം വേണമെങ്കിലും ഒരു സ്പ്രെഡ്ഷീറ്റ് ഡോക്യുമെന്റിനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്പ്രെഡ്ഷീറ്റ് ഡോക്യുമെന്റിനെ അല്ലെങ്കിൽ ഒരു എക്സൽ ഡോക്യുമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് വർക്ക് ബുക്ക്. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്സ് ആർ കാൾഡ് വർക്ക് ബുക്ക്. ഒരു വർക്ക് ബുക്കിനകത്ത് കുറേ വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര എണ്ണം വർക്ക് ഷീറ്റ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു എക്സൽ ഡോക്യുമെന്റിനെയോ ഒരു സ്പ്രെഡ്ഷീറ്റ് ഡോക്യുമെന്റിനെയോ നമുക്ക് വർക്ക് ബുക്ക് എന്ന് പറയാം. വാട്ട് ഈസ് വർക്ക് ബുക്ക് എന്ന് ചോദിച്ചാൽ പറയുക കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്സ് ആർ കാൾഡ് വർക്ക് ബുക്ക്. സോ ഇവിടെ നമുക്ക് ഫോർമുലാസുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സലില് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും ഡാറ്റാസിനെ മാനിപ്പുലേഷൻസ് ചെയ്യുവാനും, ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്യുവാനും അതേപോലെ തന്നെ പലതരത്തിലുള്ള ടാസ്കുകളും ഓട്ടോമേറ്റ് ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫോർമുലാസും ഫങ്ഷൻസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ കുത്തിയിരുന്ന് ഓരോ ഫോർമുലയും ഫംഗ്ഷനും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ മാത്രം ഫോർമുലകളോ ഫങ്ഷൻസോ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് താഴേക്ക് കൊടുക്കുന്ന എല്ലാ ഡാറ്റകൾക്കും ആ ഒരു സെയിം ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോർമുല നമുക്ക് ആപ്ലിക്കബിൾ ആക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഓട്ടോമേറ്റഡ് ടാസ്ക് എന്നുകൂടി എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഷീറ്റുകളിൽ വിവിധ തരത്തിലുള്ള കാൽക്കുലേഷൻസും അതേപോലെ തന്നെ ഡാറ്റ പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ ടാസ്കുകളും എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ദെൻ ഫോർമുലയുടെ ബേസിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫോർമുലാസ് ഇൻ എക്സൽ ആൾവേസ് ബിഗിൻ വിത്ത് ആൻ ഈക്വൽ സൈൻ. നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലില് ഫോർമുലാസ് കൊടുക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്തിരിക്കണം. ഇത് PSCയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് കേട്ടോ. ഫോർമുലാസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്തിരിക്കണം. ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്താൽ മാത്രമേ സോഫ്റ്റ്വെയറിന് മനസ്സിലാവുകയുള്ളൂ നമ്മൾ കൊടുക്കുന്നത് ഒരു ഫോർമുലയാണെന്നും ഒരു ഫംഗ്ഷൻ ആണെന്നും കേട്ടോ. ഈക്വൽ ടു സിമ്പിൾ കൊടുക്കാതെ വെറുതെ ഒരു ഫോർമുലയും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ പേരും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആയിട്ട് മാത്രമേ സോഫ്റ്റ്വെയർ ട്രീറ്റ് ചെയ്യുകയുള്ളൂ. സോ ഈക്വൽ ടു സിമ്പിൾ ഒരു ഫോർമുല കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കൊടുക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദേ ക്യാൻ കണ്ടെയ്ൻ കോൺസ്റ്റന്റ്സ്, സെൽ റെഫറൻസസ്, ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ടു പെർഫോം കാൽക്കുലേഷൻസ് ആൻഡ് റിട്ടേൺ റിസൾട്ട്സ്. വിവിധ തരത്തിലുള്ള കാൽക്കുലേഷൻസ് ചെയ്യുവാനും നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് തരുവാനുമായിട്ട് ഫോർമുലാസിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, കോൺസ്റ്റന്റ്സ് ഉണ്ടാവും, കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ടാവും, സെൽ റെഫറൻസുകൾ ഉണ്ടാവും, ഫംഗ്ഷനുകൾ ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ഫോർമുലയ്ക്കകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കോൺസ്റ്റന്റുകൾ, സെൽ റെഫറൻസുകൾ,
ഫംഗ്ഷനുകൾ, ഓപ്പറേറ്റേഴ്സ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്കൊരു ഫോർമുല ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഞാനൊരു ഫോർമുല പറയുകയാണ്. അതായത് എ എന്ന് പറയുന്ന ഒരു കോളം, ഇത് ബി എന്ന് പറയുന്ന ഒരു കോളം. ഓക്കെ, എ എന്ന് പറയുന്ന കോളവും ബി എന്ന് പറയുന്ന കോളവും കേട്ടോ. നമ്മുടെ എക്സൽ എന്ന് പറയുമ്പോൾ എക്സൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്. ഒരു എക്സൽ ഷീറ്റിലെ കോളംസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. റോസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ന്യൂമറിക്കൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ എന്താണ്, എക്കകത്ത് 10 എന്ന് പറയുന്ന നമ്പറും ബിക്കകത്ത് 5 എന്ന് പറയുന്ന നമ്പറും ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ സി എന്ന് പറയുന്ന C1 എന്ന് പറയുന്ന ആ ഒരു കോളത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സെല്ലിൽ ഞാൻ പറയുകയാണ് ഈക്വൽ ടു A1 പ്ലസ് B1 ഈക്വൽ ടു A1 പ്ലസ് B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ A1 എന്ന് പറയുന്ന സെല്ലിനകത്ത് കിടക്കുന്ന ഡാറ്റ 10ഉം B1 എന്ന് പറയുന്ന സെല്ലിനകത്ത് കിടക്കുന്ന ഡാറ്റ 5ഉമാണ്. അതായത് 10 പ്ലസ് 5 അവിടെ 15 എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ഡിസ്പ്ലേയിൽ കാണിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ A1 എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു 10 കിടക്കുന്ന സെല്ലിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് A1 ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്, എ എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയിലുമാണ് ഈ 10 കിടക്കുന്നത്. ഈ 5 കിടക്കുന്നതോ ബി എന്ന് പറയുന്ന കോളത്തിലും 1 എന്ന് പറയുന്ന റോയിലുമാണ്. അതുകൊണ്ടാണ് ഈക്വൽ ടു A1 പ്ലസ് B1 എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിന്റെ റിസൾട്ട് 15 എന്ന് പറഞ്ഞിട്ട് C1 എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ഒരു ബേസിക് ആയിട്ട് ഒരു ഫോർമുല എക്സലിൽ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എക്സലിലെ കൂടുതൽ ഫംഗ്ഷൻസിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസിലേക്ക് പോവാം. ദെൻ ഒരു ഫോർമുല എങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ക്ലിക്ക് ഓൺ ദ സെൽ വേർ യു വാണ്ട് ദ റിസൾട്ട് ഓഫ് യുവർ ഫോർമുല ടു അപ്പിയർ. നമ്മുടെ ഫോർമുല എവിടെയാണോ കാണേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സെല്ലിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് സെല്ല് എന്നൊരു ചോദ്യം ചോദിച്ചാൽ പറയുക ഇന്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് കാൾഡ് സെല്ല്. നമ്മുടെ വർക്ക്ഷീറ്റിനകത്ത് ഒരു റോയും ഒരു കോളവും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെല്ല് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ടൈപ്പ് ഈക്വൽ ടു സ്റ്റാർട്ട് എൻറ്ററിങ് എ ഫോർമുല. ഒരു ഫോർമുല എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ദെൻ അടുത്ത പരിപാടി എന്താണ്, എൻ്റർ ദ ഫോർമുല എക്സ്പ്രഷൻ യൂസിങ് സെൽ റെഫറൻസസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്. അതിനുശേഷം ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോർമുല ടൈപ്പ് ചെയ്യുക. ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്ക് സെൽ റെഫറൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം ഫോർമുലാസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനായിട്ട്. ആ സെൽ റെഫറൻസ് ആണ് ഞാൻ നേരത്തെ A1 എന്നും B1 എന്നും C1 എന്നും നമുക്ക് എന്ത് ചെയ്തത്, കാണിച്ചു തന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കും കേട്ടോ. ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതും ഫംഗ്ഷൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ദെൻ പ്രസ് എൻ്റർ ടു അപ്ലൈ ദ ഫോർമുല. അപ്പോൾ ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്ത് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ നെയിമോ അല്ലെങ്കിൽ സെൽ റെഫറൻസോ ഒക്കെ കൊടുത്തതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ സെല്ലിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ച കാര്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ഫോർമുലയും ഫംഗ്ഷനും എക്സലിൽ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഫംഗ്ഷൻസും ഫോർമുലാസും ഒക്കെ എഴുതുമ്പോൾ സെൽ റെഫറൻസ് മസ്റ്റ് ആണ്. സെൽ റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പർട്ടിക്കുലർ വാല്യൂ ഏത് സെല്ലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ഇനി നമുക്ക് പഠിക്കേണ്ടത് എക്സലിൽ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ആണ്. എന്താണ് സം ഫംഗ്ഷൻ? സം ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സം എഴുതി FUNCTION നമ്മൾ എഴുതാറില്ല. ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഒരു ക്ലോസ് ബ്രാക്കറ്റും കൊടുക്കും. ഇതാണ് ഒരു സം ഫംഗ്ഷന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഒരു സം ഫംഗ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സം ഫംഗ്ഷൻ എഴുതുന്നത്. സം ഫംഗ്ഷന്റെ പർപ്പസ് എന്താണ്, ആഡ്സ് നമ്പേഴ്സ്. നമ്പറുകളെ ആഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് സം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, സം ഫംഗ്ഷന്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതൊരു എക്സൽ ടേബിൾ ആണ് കേട്ടോ. വൺ ടു ത്രീ റോ നമ്പറാണ്. ദെൻ നമ്മൾ കോളംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ABC. ഓക്കെ, ABC. ഇവിടെ A1 ഈ ഒരു സെൽ എന്താണ്, A1 ആണ്. A1 എന്ന് പറയുന്ന സെല്ലിൽ 20 എന്ന് പറയുന്ന ഒരു വാല്യൂവും B1 എന്ന് പറയുന്ന സെല്ലിൽ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. എനിക്ക് ഈ A1-നകത്ത് കിടക്കുന്ന വാല്യൂ B1-നകത്ത് കിടക്കുന്ന വാല്യൂവും തമ്മിൽ ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് C1-ൽ എന്ത് ചെയ്യണം, എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഇത് C1 ആണ്. C എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയുമാണ് ഈ ഒരു സെല്ല് C1 എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാൻ
സം ഫംഗ്ഷൻ കൊടുക്കും കേട്ടോ. സം ഫംഗ്ഷൻ ഞാൻ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കും. ഇതിനകത്ത് കൊടുക്കേണ്ട കാര്യം ഞാൻ പുറത്തേക്ക് എഴുതി കാണിക്കുകയാണ്. ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ മൗസ് ഉപയോഗിച്ച് ഈ ഒരു സെല്ലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഈ ബിയിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് മൗസ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ അവിടെ A1 B1 എന്ന് കാണിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? A1 + B1 ആണ്. അപ്പോൾ A1-നകത്ത് കിടക്കുന്ന വാല്യൂ 20യും B1-നകത്ത് കിടക്കുന്ന വാല്യൂ 10 ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും കേട്ടോ, 30. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സം ഫംഗ്ഷൻ എക്സൽ ഷീറ്റിനകത്ത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും സെൽ റെഫറൻസ് നമ്മൾ എടുക്കണം. സെൽ റെഫറൻസ് എടുത്താൽ മാത്രമേ ഒരു പർട്ടിക്കുലർ വാല്യൂ ഏത് സെല്ലിനകത്താണ് കിടക്കുന്നത് എന്നുള്ളത് സോഫ്റ്റ്വെയറിന് മനസ്സിലാവുകയുള്ളൂ. അതിന് നമുക്ക് സെൽ റേഞ്ച് എന്നും പറയാം കേട്ടോ. സെൽ റേഞ്ച് എന്നും എന്ത് ചെയ്യാം നമുക്ക് പറയാം. സെൽ റേഞ്ച് ഈ കാണുന്നതാണ് സെൽ റേഞ്ച് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സം ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ സം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഡീഷന് വേണ്ടി മാത്രമല്ല, നമ്മൾ സബ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെ വേണ്ടിയിട്ടും സം ഫംഗ്ഷൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സം ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം സബ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ആവറേജ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ആവറേജ് ഫംഗ്ഷൻ ആണ് നമ്മൾ അടുത്തത് പഠിക്കേണ്ടത്. കാൽക്കുലേറ്റ്സ് മീൻ, അതായത് ആവറേജ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റേഞ്ച് ഓഫ് സെൽസിനകത്ത് കിടക്കുന്ന വാല്യൂസിൻ്റെ ശരാശരി കാണുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ആവറേജ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആവറേജ് ഫംഗ്ഷൻ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? സെല്ലിൻ്റെ റേഞ്ച് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഒരു പർട്ടിക്കുലർ റേഞ്ചിനകത്ത് കുറേ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസിൻ്റെ എല്ലാം ശരാശരി എത്ര എന്ന് നമുക്ക് ഈ ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പഴയ വെർഷൻസിലെല്ലാം ഈക്വൽ ടു AVG എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആവറേജ് കാണാറുണ്ടായിരുന്നു. പക്ഷെ പുതിയ എക്സൽ വെർഷൻസ് പ്രകാരം ഈക്വൽ ടു ആവറേജ് എന്ന് പറയുന്ന ആ ഒരു ഫുൾ നെയിമും ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് അറിയുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതാണ് ആവറേജ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് മാക്സിമം ഫംഗ്ഷൻ. മാക്സിമം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് സെൽ, ഇപ്പോൾ ഇവിടെ എന്താണ് C, ഇത് D, ഇവിടെ 10, 2, 20 ഇങ്ങനെ ഇത്രയും വാല്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റിനകത്ത് ഈ ഒരു റേഞ്ച് A1 is to C1 ഞാൻ മൗസ് ഉപയോഗിച്ച് ഇത്രയും സെല്ലുകൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ A1 is to C1 എന്നായിരിക്കും എനിക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 20 ആയിരിക്കും. അപ്പോൾ ഈ 20 ആയിരിക്കും D1-നകത്ത് എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ലാർജസ്റ്റ് വാല്യൂ, ഒരു റേഞ്ച് ഓഫ് സെല്ലുകൾക്കകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ വാല്യൂവിനെ അല്ലെങ്കിൽ നമ്പറിനെ റിട്ടേൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മാക്സിമം ഫംഗ്ഷൻ. പഠിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. മാക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫംഗ്ഷൻ, ലാർജസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മാക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് മിനിമം ഫംഗ്ഷൻ. അതും കൂടി നമുക്ക് പഠിച്ചിട്ട് പോകാം. മിനിമം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് സെല്ലുകൾക്കകത്ത് കിടക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെ ഡിസ്പ്ലേയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മിനിമം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ഒന്നുമല്ല കേട്ടോ. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫംഗ്ഷൻ നെയിം എഴുതാവുന്നതാണ്. PSC അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ വൺ വേർഡ് ടൈപ്പിലായിരിക്കും ചോദിക്കുന്നത്. ചോദിച്ചാൽ പറയുക എക്സലിലെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് അല്ല, സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലും എന്ത് ചെയ്യുന്നു, ഇത് വർക്ക് ചെയ്യുന്നു എന്നറിയുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് കൗണ്ട് ഫംഗ്ഷൻ കേട്ടോ. കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട്സ് ന്യൂമറിക് സെൽസ് കേട്ടോ. കൗണ്ട്സ് ന്യൂമറിക് സെൽസ്. അപ്പോൾ നമ്മൾ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈക്വൽ ടു കൗണ്ട് E1 is to E10 ഇത്രയും റേഞ്ച് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര സെല്ലുകളാണുള്ളത് ആ സെല്ലുകളുടെ എണ്ണത്തിനെ നമുക്ക് കാണിച്ചു തരുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇതാ ഇത്രയും മുകളിൽ ഇത്രയും സെല്ലുകളുണ്ട്, 1, 2, 3, 4, 5. ഞാനിവിടെ ഈക്വൽ ടു കൗണ്ട് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിനകത്ത് ഇത് A ആണെങ്കിൽ A1
5 എന്ന് കൊടുത്ത് എൻ്റർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ടായിട്ട് 5 എന്ന് കിട്ടും. കാരണം ഈ മുകളിൽ എത്ര സെല്ലുകളാണോ ഉള്ളത് ആ സെല്ലുകളുടെ എണ്ണത്തിനെ കണ്ടുപിടിക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ സെല്ലുകൾ ബ്ലാങ്ക് ആയാലും അല്ലെങ്കിൽ അതിനകത്ത് ഡാറ്റ ഉണ്ടെങ്കിലും എത്ര എണ്ണം സെല്ലുകളാണ് എന്നുള്ളത് എനിക്ക് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അത് മനസ്സിലാക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ട്സ് ന്യൂമറിക് സെൽസ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് കൗണ്ട് എ ഫംഗ്ഷൻ, വളരെ നല്ലൊരു ചോദ്യമാണ്. കൗണ്ട് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലുകൾക്കകത്ത് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സാധാരണ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ ആ സെല്ലുകളുടെ എണ്ണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സെല്ലുകൾക്കകത്ത് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. കൗണ്ട് എ ഫംഗ്ഷൻ. അപ്പോൾ if the cell contains the alphabetic characters, we should use count A function to identify number of cells. Okay. ഒരു പക്ഷേ സെല്ലുകൾക്കകത്ത് ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ കൗണ്ട് എ വേണ്ട, കൗണ്ട് ഫംഗ്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടെങ്കിലും കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി ആ സെല്ല് ബ്ലാങ്ക് ആണെങ്കിലും കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ സെല്ലുകളുടെ എണ്ണം നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട്സ് നോൺ എംപ്റ്റി സെൽസ് എന്നും പറയാം. അതുപോലെ തന്നെ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ കൗണ്ട് എ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്ത് എത്ര എണ്ണം സെൽസ് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് റൗണ്ട് ഫംഗ്ഷൻ കേട്ടോ. റൗണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട്സ് ടു സ്പെസിഫിക് ഡെസിമൽസ് കേട്ടോ. ഇപ്പം ഡെസിമൽ പോയിന്റ്സ് വരുന്ന വാല്യൂസ് നമുക്ക് കിട്ടും. ഡെസിമൽ പോയിന്റ്സ് വരുന്ന വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു വാല്യൂ എഴുതിയിടുകയാണ്. 3.14692 എന്ന് പറയുന്ന ഒരു വാല്യൂ, 3.14692 എന്ന് പറയുന്ന ഒരു വാല്യൂ. എനിക്ക് 3.14 മാത്രം മതി. 692 എന്ന് പറയുന്ന ആ ഡെസിമൽ വാല്യൂസ് എനിക്ക് വേണ്ട, പോയിന്റിന് ശേഷമുള്ള ആ ഡെസിമൽ വാല്യൂസ് എനിക്ക് വേണ്ട. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് എ എന്ന് പറയുന്ന ഈ ഒരു A1 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിനകത്താണ് 3.14692 എന്ന് പറയുന്ന ഒരു വാല്യൂ കിടക്കുന്നത് എന്ന് വിചാരിക്കുക. ഞാൻ ഈ B1 എന്ന് പറയുന്ന സെല്ലിനകത്ത് വന്നിട്ട് ഞാൻ റൗണ്ട് ഫംഗ്ഷൻ കൊടുക്കും. ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യും. സോ ആ സെല്ലിൻ്റെ അഡ്രസ്സ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്താണ്? A1 കോമ ഞാൻ 2 എന്ന് എഴുതും. ഇവിടെ 2 എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? എനിക്കിവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള 2 വാല്യൂ മതി. ദെൻ ഞാൻ എൻ്റർ കീ അമർത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് 3.14 എന്നായിരിക്കും കേട്ടോ. അതായത് ഡെസിമൽ പോയിന്റിന് ശേഷം, ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യകളുടെ എണ്ണം ഒരുപാട് കൂടിപ്പോയാൽ ആ എണ്ണം കുറയ്ക്കുവാനായിട്ട് എത്ര എണ്ണം വേണമോ ആ എണ്ണം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഇവിടെ A1 കോമ ഞാൻ 3 ആണ് കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ 146 കൂടി ഇവിടെ വന്നേനെ. എനിക്കിനി ഇവിടെ ഈ 3 പോയിന്റ് ദശാംശം കഴിഞ്ഞുള്ള വാല്യൂസ് വേണ്ട, ഒരു റൗണ്ടർ ഫിഗർ ആയിട്ട് 3 മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റിനകത്ത് ആ റേഞ്ച് A1 എന്ന് പറയുന്ന ആ റേഞ്ച് കൊടുത്ത് കോമ 0 കൊടുക്കും. 0 കൊടുത്തു കഴിഞ്ഞാൽ 3 എന്ന് പറയുന്ന ആ വാല്യൂ മാത്രമായിരിക്കും എനിക്ക് റിസൾട്ടായിട്ട് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് കേട്ടോ. ഇതാണ് റൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട്സ് ടു സ്പെസിഫിക് ഡെസിമൽസ് കേട്ടോ. റൗണ്ട്സ് ടു സ്പെസിഫിക് ഡെസിമൽസ് നമുക്ക് റൗണ്ടർ ഫിഗർ ആയിട്ട് വാല്യൂവിനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഫംഗ്ഷൻസിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഫംഗ്ഷനാണ് ടുഡേ ഫംഗ്ഷൻ. ടുഡേ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് ഡേറ്റ്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് സെറ്റായി കിടക്കുന്ന ഇന്നത്തെ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടുഡേ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ വെറുതെ ഒരു സെല്ലിൽ ഈക്വൽ ടു ടുഡേ ഫംഗ്ഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ഡേറ്റ്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 21/06/2025 ആണ്. ഈ ഡേറ്റ് എനിക്ക് എന്ത് ചെയ്യും, സെല്ലിനകത്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അതേപോലെ വരുന്ന മറ്റൊരു ഫംഗ്ഷനാണ് നൗ ഫംഗ്ഷൻ. ഞാൻ ഈക്വൽ ടു നൗ ഫംഗ്ഷൻ എന്ന് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഡേറ്റ് ആണ് ടൈം, ഇന്നത്തെ ഡേറ്റും അതേപോലെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 12:15 ആണ്. 12:15 12:15 എന്നുള്ള ടൈമും കൂടി എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം നൗ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കറണ്ട് ഡേറ്റും
ടൈമും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നൗ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നൗ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഇനി ഡേ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെല്ലിനകത്ത് ഇപ്പോൾ ഇവിടെ A1 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിനകത്ത് 20/06/2025 എന്ന് പറയുന്ന ഒരു ദിവസം ഇവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ B1 എന്ന് പറയുന്ന സെല്ലിനകത്ത് പോയിട്ട് ഈക്വൽ ടു ഡേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു സെല്ല് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ A1 എന്ന് കാണിക്കും. ഞാൻ എൻ്റർ കീ അമർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഏതാണ്, 20-ാം തീയതി അല്ലേ, ആ 20-ാം തീയതി മാത്രം എന്ത് ചെയ്യും, എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി ഞാൻ മന്താണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മാസം 06 എന്നുള്ള മാസം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് എനിക്കിവിടെ കാണാൻ സാധിക്കുക. ഈക്വൽ ടു ഇയർ ഫംഗ്ഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 2025 എന്ന് പറയുന്ന ആ വർഷം മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസിനകത്ത് വരുന്ന ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഓഫ് എ ഡേറ്റ്, മന്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത് ഓഫ് എ ഡേറ്റ്, ഡേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡേ ഓഫ് എ ഡേറ്റ്, നൗ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റും ഇപ്പോഴുള്ള സിസ്റ്റം ടൈമും എന്ത് ചെയ്യും ഡിസ്പ്ലേയിൽ കാണിക്കും. ടുഡേ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് മാത്രമായിരിക്കും കാണിക്കുന്നത്. നൗ ഫംഗ്ഷനും ടുഡേ ഫംഗ്ഷനും വൃത്തിയായിട്ട് പഠിക്കുക. നൗ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ തീയതിയും ഇപ്പോഴത്തെ സമയവും എന്ത് ചെയ്യും ഡിസ്പ്ലേയിൽ കാണിക്കും. സോ നീറ്റായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് മെല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, അടുത്ത ഫംഗ്ഷനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺകാറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ. കോൺകാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺകാറ്റിനേഷൻ എന്ന് പറയും. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടെക്സ്റ്റുകളെ ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ വേർഡാക്കി മാറ്റുക അല്ലെങ്കിൽ സിംഗിൾ ടെക്സ്റ്റ് ആക്കി മാറ്റുക, ആ ഒരു പ്രോസസ്സിനെയാണ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺകാറ്റ് ഫംഗ്ഷനും ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷനും നമ്മൾ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടെക്സ്റ്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺകാറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ജോയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ പുതിയ വെർഷൻസിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പഴയ വെർഷൻസിലൊക്കെ കോൺകാറ്റ് ഫംഗ്ഷൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. നമുക്കിവിടെ രണ്ട് കോളം ഉണ്ട്, എയും ബിയും. ഓക്കെ, ഇവിടെ ജോൺ സ്മിത്ത്. ജോൺ എന്ന് പറയുന്നത് ഒരു പേര്, സ്മിത്ത് എന്ന് പറയുന്നത് ഒരു പേര് കേട്ടോ. അപ്പം ഞാനിവിടെ C1 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിനകത്ത് ഞാൻ ഫംഗ്ഷൻ കൊടുക്കും. ഈക്വൽ ടു കോൺകാറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യും. ജോണിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റേഞ്ച് അവിടെ വരും A1, സ്മിത്തിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ B1 എന്ന് പറയുന്ന റേഞ്ച് വരും. ദെൻ ഞാൻ എൻ്റർ കീ അമർത്തി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. ജോൺ സ്മിത്ത് എന്ന് പറയുന്നത് ഒറ്റ വാക്കായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ രണ്ട് ടെക്സ്റ്റിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കോൺകാറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. എനിക്കിനി ജോണിന്റെയും സ്മിത്തിന്റെയും ഇടയ്ക്ക് സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാനിവിടെ ഒരു കോമേറ്റ് കൊടുക്കും. കോമേറ്റ് കൊടുത്തതിന് ശേഷം ഒരു സ്പേസ് വിട്ടതിന് ശേഷം ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു കോമ കൊടുത്ത് ഞാനിവിടെ ഈ സ്മിത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ B1 എന്ന് വരും. ദെൻ നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ജോണ് ഒരു ചെറിയൊരു സ്പേസ് സ്മിത്ത് എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഫംഗ്ഷനകത്ത് സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ കോട്ട്സ്, ഒരു സ്പേസ് വിട്ട് ഡബിൾ കോട്ട്സ് കൊടുത്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, അവിടെ ഒരു സ്പേസ് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ ജോണിനും സ്മിത്തിനും ഇടയ്ക്ക് എനിക്കൊരു കോമ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഡബിൾ കോട്ട്സിനകത്ത് ഒരു കോമ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതാണ് കോൺകാറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. കോൺകാറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത് എന്ന് അറിയുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ ലെഫ്റ്റ് ഫംഗ്ഷൻ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ലെഫ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ലെഫ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ലെഫ്റ്റ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എക്സ്ട്രാക്ട്സ് ക്യാരക്ടേഴ്സ് ഫ്രം ലെഫ്റ്റ്. ഇടത് ഭാഗത്തുള്ള ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തേക്ക് ഡിസ്പ്ലേയിൽ കൊണ്ടുവരണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ കേരള എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, ഇത് A1 എന്ന് പറയുന്ന സെല്ലിലാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കുക. A1 എന്ന് പറയുന്ന സെല്ലിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കേരള എന്ന് പറയുന്ന ആ വാക്കിലെ ലെഫ്റ്റ് സൈഡിലുള്ള 3 ക്യാരക്ടേഴ്സ്, അതായത് KER എന്ന് പറയുന്ന 3 ക്യാരക്ടേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് പുറത്തെടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിനായിട്ട് ഞാനിവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്,
ഈക്വൽ ടു ലെഫ്റ്റ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. കേരളയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള കിടക്കുന്ന കേരളയുടെ സെൽ റെഫറൻസ് എന്താണ്? A1 ആണ്. അപ്പോൾ എനിക്കിവിടെ A1 കാണാൻ സാധിക്കും. ദെൻ കോമ കൊടുത്തിട്ട് ഞാനിവിടെ 3 കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള KER എന്ന് പറയുന്ന ഇത്രയും ഭാഗം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ B1 എന്ന് പറയുന്ന സെല്ലിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇടത് ഭാഗത്തുള്ള 3 ക്യാരക്ടേഴ്സ്. ഇനി ഞാനിവിടെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 6 മാറ്റിയിട്ട് KE എന്ന് പറയുന്ന ആ 2 ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കും എനിക്ക് കാണാൻ സാധിക്കുക. സോ ലെഫ്റ്റ് ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? എക്സ്ട്രാക്ട് ക്യാരക്ടേഴ്സ് ഫ്രം ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് റൈറ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേരള തന്നെ റെഫറൻസ് ആയിട്ട് എടുക്കാം. കേരള തന്നെ എടുക്കാം. അപ്പോൾ ഈ കേരള എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ ഞാൻ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വലത് ഭാഗത്തെ ക്യാരക്ടേഴ്സ് പുറത്തെടുക്കുകയാണ്. നമ്മൾ റേഞ്ച് കൊടുക്കുന്നു. കേരള എന്ന് പറയുന്ന ആ വാക്ക് കിടക്കുന്നത് A1-നകത്താണ്. കോമ ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ALA ആയിരിക്കും. അതായത് കേരളത്തിൻ്റെ വലത് ഭാഗത്തായിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് ALA എന്ന് പറയുന്ന 3 ക്യാരക്ടേഴ്സ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. അതാണ് റൈറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് മിഡ് ഫംഗ്ഷൻ. മിഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എക്സ്ട്രാക്ട് ക്യാരക്ടേഴ്സ് ഫ്രം മിഡിൽ. മധ്യഭാഗത്ത് നിന്നുള്ള ക്യാരക്ടേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് ഞാൻ കേരള തന്നെ എടുക്കുകയാണ് കേട്ടോ. A1-നകത്താണ് കേരളം കിടക്കുന്നത് എന്ന് വിചാരിക്കുക. കേരള എന്ന് പറയുന്ന വാക്ക് A1 എന്ന് പറയുന്ന സെല്ലിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫംഗ്ഷൻ എഴുതുകയാണ്. ഈക്വൽ ടു മിഡ്. അതിൻ്റെ റേഞ്ച് എന്താണ്? A1 ആണ്. കോമ എത്രാമത്തെ ക്യാരക്ടേഴ്സ് മുതലുള്ള ക്യാരക്ടേഴ്സാണ് എനിക്ക് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ രണ്ടാമത്തെ ഈ ഉണ്ടല്ലോ, ഈ മുതലുള്ള ക്യാരക്ടേഴ്സാണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ 2 കൊടുത്തു. ഇപ്പോൾ ഈ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ക്യാരക്ടർ അല്ലേ, 2 കൊടുത്തു. അതുപോലെ തന്നെ മധ്യഭാഗത്തുള്ള എത്ര ക്യാരക്ടേഴ്സാണ് എനിക്ക് പുറത്തെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇനി എഴുതേണ്ടത്. സോ ഞാനിവിടെ 3 കൊടുക്കുകയാണ്. 3 കൊടുക്കുമ്പോൾ ഇവിടെ ERA, അതായത് രണ്ടാമത്തെ ക്യാരക്ടറായ ഈ മുതൽ ഈ 3 ക്യാരക്ടേഴ്സിനെ, മധ്യഭാഗത്തുള്ള ഈ 3 ക്യാരക്ടേഴ്സിനെ ഞാൻ എന്ത് ചെയ്തു? മിഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പുറത്ത് എടുത്തു കേട്ടോ. ഇതാണ് മിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതെല്ലാം ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ഫംഗ്ഷൻസ്. ദെൻ നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെൻ ഫംഗ്ഷൻ. ലെൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ എണ്ണം എടുക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ലെൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് അപ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കേസ് ലെറ്ററിൽ എഴുതിയിരിക്കുന്ന വേർഡുകളെ അപ്പർ കേസിലാക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ കേസിൽ കിടക്കുന്ന ലെറ്റേഴ്സിനെ ലോവർ കേസ് ആക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലോവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും പഠിക്കാൻ വലിയ പ്രയാസമല്ല, ഈസിയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ലോജിക്കൽ ടെക്സ്റ്റ് കണ്ടക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതൊരു ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ എഴുതി കാണിച്ചു തരാം. A എന്ന് പറയുന്ന ഒരു കോളം, ഇതിനകത്ത് കുറച്ച് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A1 എന്ന് പറയുന്ന ആ ഒരു സെല്ലിനകത്ത് ഞാനിവിടെ പ്രോഗ്രാം ചെയ്യുകയാണ്. ഇഫ് ഈക്വൽ ടു ഇഫ് A1 ഈസ് ഗ്രേറ്റർ ദാൻ 50, പാസ്, ഫെയിൽ. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ A1 അല്ലെങ്കിൽ ഈ ഒരു കോളത്തിനകത്ത് വരുന്ന വാല്യൂസ് 50 മാർക്കിന് മുകളിലാണെങ്കിൽ എന്തായിരിക്കും? പാസ്സായിരിക്കും. 50 മാർക്കിന് മുകളിലാണെങ്കിൽ എന്തായിരിക്കും? പാസ്സായിരിക്കും. അല്ലെങ്കിൽ ഫെയിൽ. ഇതാണ് എൻ്റെ ആവശ്യം. സോ ഈ കോളത്തിനകത്ത് ഞാനിപ്പോൾ 20 ആണ് എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫെയിൽ ആയിരിക്കും. കാരണം ഇവിടെ എന്താണ് ലോജിക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇഫ് A1 ഈസ് ഗ്രേറ്റർ ദാൻ 50 പാസ്, അല്ലെങ്കിൽ ഫെയിൽ. ഇത് ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ട്രൂ ആയിട്ടുള്ള കണ്ടീഷനും സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഫാൾസ് ആയിട്ടുള്ള കണ്ടീഷനുമാണ്. അപ്പോൾ ഈ വരുന്ന വാല്യൂ ഈ ലോജിക്ക് അനുസരിച്ച് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? എക്സിക്യൂട്ട് ആവും. അപ്പോൾ പാസ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? ഫെയിൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ A1-നകത്ത് വരുന്ന മാർക്ക് 50 മാർക്കിന് മുകളിലാണെങ്കിൽ പാസും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഫെയിലും ആയിരിക്കും. സോ അത് മനസ്സിലാക്കുക. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വി ലുക്കപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലുക്കപ്പ് ഫംഗ്ഷൻ ആണ്. വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി ഒരു കോളത്തിനകത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ ആ വാല്യൂവിന് അടിസ്ഥാനമാക്കിയുള്ള മറ്റൊരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം?
ഡിസ്പ്ലേയിൽ കാണുവാനായിട്ട് സാധിക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് വെർട്ടിക്കൽ ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. വെർട്ടിക്കൽ ലുക്കപ്പിൻ്റെ ഇവിടെ ഒരു ടേബിളുണ്ട്. ഈ ടേബിളിനകത്ത് നെയിം, ഏജ്, ഇവിടെ അരുൺ 30 വയസ്സ്, വിഷ്ണു 25 വയസ്സ്, അജി 40 വയസ്സ്. അപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു സെല്ലിനകത്ത് ഇവിടെ ഞാൻ അരുൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അരുണിൻ്റെ വയസ്സ് 30 ആണ് എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഇത്തരം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് VLOOKUP ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. VLOOKUP ഫംഗ്ഷൻ മനസ്സിലാക്കുക. അതായത് വെർട്ടിക്കലി ഉള്ള ഒരു കോളത്തിനകത്ത് കിടക്കുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. ആ വാല്യൂ കണ്ടുപിടിക്കുവാനായിട്ട് ഞാൻ റെഫറൻസ് ആയിട്ട് വേറൊരു വാല്യൂ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഞാനിവിടെ അരുൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അരുണിൻ്റെ പ്രായം 30 ആണ് എന്ന് എന്ത് ചെയ്യണം? എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുവാനായിട്ട് സാധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിപ്പോൾ എയും ഇത് ബിയുമാണ് എന്ന് വിചാരിക്കുക. 1 2 3 ഈ ഒരു ടേബിളുമായി ബന്ധപ്പെടുത്തി ഫോർമുല എഴുതി കഴിഞ്ഞാൽ ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ ഇൻപുട്ടായിട്ടൊരു വാല്യൂ കൊടുക്കുന്ന സെല്ല് എന്ന് പറയുന്നത് C1 ആയിരിക്കും. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്യും. ഈ C1 ക്ലിക്ക് ചെയ്യും. ഇതിനകത്തായിരിക്കും ഞാൻ അരുണെന്നും വിഷ്ണുവെന്നും അജി എന്നൊക്കെയുള്ള പേര് കൊടുക്കാൻ പോകുന്നത്. സോ ആ C1 ഞാൻ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു എൻ്റർ ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു എൻ്റർ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യും. ഈ എൻ്റർ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ A1 to B3 ആയിരിക്കും കേട്ടോ. A1 to B3 എനിക്ക് കിട്ടേണ്ടത് രണ്ടാമത്തെ കോളംസിലെ വാല്യൂ ആയിരിക്കണം എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ടത്. സോ ആ 2 എന്ന് പറയുന്ന രണ്ടാമത്തെ ആ ഒരു കോളത്തിൻ്റെ നമ്പർ അവിടെ കൊടുക്കും. ഫാൾസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാക്ട് മാച്ച്, കൃത്യമായിട്ട് വരുന്ന മാച്ച് എനിക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കണം. സോ ഞാൻ ഈ C1-നകത്ത് അജി എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു ഫോർമുല ഈ ഒരു സെല്ലിനകത്ത് കൊടുത്ത് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അജിയുടെ പ്രായം എന്ന് പറയുന്ന 40 വയസ്സ് എന്ത് ചെയ്യും? ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതാണ് VLOOKUP ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. നിങ്ങൾ ഇൻഡിവിജ്വലി എക്സൽ എടുത്ത് ചെയ്ത് നോക്കിയാലേ കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. ഞാനിവിടെ തിയറിറ്റിക്കലി പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വരാം. അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ VLOOKUP ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടേബിളിനകത്തുള്ള പർട്ടിക്കുലർ വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ വെർട്ടിക്കലി ഉള്ള കോളംസിനകത്തുള്ള ഒരു വാല്യൂ എന്ത് ചെയ്യണം? എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത് VLOOKUP ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എക്സലിലെ നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചു കേട്ടോ. ഈ ഫംഗ്ഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കുറേ തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചു. ലോജിക്കൽ ഫംഗ്ഷൻ പഠിച്ചു, അതേപോലെ തന്നെ ലുക്കപ്പ് ഫംഗ്ഷൻ പഠിച്ചു, ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ പഠിച്ചു, ടെക്സ്റ്റ് ഫംഗ്ഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ ബേസിക് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള സം ഫംഗ്ഷൻ, കൗണ്ട് ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് പുതിയ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. റാങ്ക് നേടാം, റാങ്ക് ഉള്ളവർക്കൊപ്പം എന്നുള്ളതാണ് നമ്മുടെ വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുവരെയും കാര്യമായിട്ട് പഠിച്ച് തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെ പഠിച്ച് തുടങ്ങിക്കൊള്ളുക. നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സിലബസ് അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും സജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുവാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക 8590202323. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഫംഗ്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.